പറ്റില്ല. എന്നാലോ ബാക്കിയുള്ളതിനൊക്കെ നല്ല ഉഷാറുമാണ്. ഇമ്മ എന്താ എപ്പോഴും അവളെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? അവള് കൊച്ചല്ലേ, അതെങ്കിലും ഓർക്കണ്ടേ? ഒന്നും മിണ്ടാതിരുന്നൂടെ? അതെ അതെ, അത് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് മോളെ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ചോദിച്ചത്. ഇനി വഴക്ക് പറയുന്നത് ഞാൻ കേൾക്കട്ടെ. നീ പറഞ്ഞത് തന്നെയാണ് അൻസി കൊണ്ടുവന്നിരിക്കുന്നേ. നീ ബ്രെഡും കൂട്ടി അങ്ങ് കഴിച്ചോ, നല്ല രസമാ. ഓ, മാമൻ മറന്നിട്ടില്ലെങ്കിൽ കൊണ്ടുതരാമടി. അൻസി മോളെ, വെല്ലിപ്പച്ചക്കെതിരെ ചായ കൊണ്ടുതാടി, വല്ലാത്ത ക്ഷീണം. പാത്രത്തില് വെള്ളം വെക്കണം. എന്നിട്ട് അടുപ്പൊക്കെ കത്തിച്ചു. ഇനി പാത്രത്തില് വെള്ളം എടുത്തിട്ട് അടുപ്പത്തേക്ക് വെക്കണേ. അപ്പോഴേക്ക് പഞ്ചസാര, ചായപ്പൊടി ഒക്കെ നമ്മൾ അടുത്ത് വെക്കണം. ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കടി എൻ്റെ അൻസി. ഇവരും കൊടുക്ക് ഒരു ഗ്ലാസ് ചായ. വെള്ളം നന്നായി തിളച്ചിട്ട് അതിനുശേഷം ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ട് നന്നായിട്ട് തീ കത്തിക്കുക. നന്നായി തിളച്ചതിന് ശേഷം എടുത്ത് താഴോട്ട് വെക്കുക. താഴത്തേക്ക് ചൂടുള്ള സാധനം വെക്കുമ്പോൾ കയ്യിലും കാലിലൊന്നും പറ്റാതെ ശ്രദ്ധിച്ചിട്ട് എടുക്കണം. എന്നിട്ട് ഞാൻ ചായ 2 ഗ്ലാസ്സിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. അതിന് വെല്ലിമ്മച്ചിക്കും മാമക്കും കൊടുക്കണം. ചിന്താതെ ശ്രദ്ധിച്ച് കൊടുക്കണേ. ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന ചായ 2 പേരൊന്ന് കുടിച്ചു നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം ഒന്ന് പറയേ. മാമ ഒന്ന് പെട്ടെന്ന് കുടിച്ചേ. മധുരം പാകാണോ എല്ലാം പാകാണെന്ന് പറ മാമ. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്നതല്ലേ, ഒന്ന് വേഗം പറ. അറിയാൻ ആകാംക്ഷ. നിങ്ങളുടെ വലിയ സംസാരത്തിലല്ലേ. എന്നാലേ ഞാൻ ചായ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേച്ച് വരാവേ. എല്ലാം എടുത്തു വെച്ചിട്ട് പെട്ടെന്ന് വരാം. ആ അൻസി മോളെ, അതൊക്കെ നന്നാക്കി എടുത്തു വെക്ക്. ഇനിയും നമുക്ക് ചായ ഉണ്ടാക്കാനുള്ളതല്ലേ.